നെടുമ്പാശ്ശേരിയിൽ CISFകാർ കാറടിപ്പിച്ച് കൊലപ്പെടുത്തിയ ഐവിൻ ജിജോയെ ഗുണ്ടയായി ചിത്രീകരിച്ച് ഓഡിയോ ക്ലിപ്പ്. CISFകാർ മാത്രം അംഗങ്ങളായിട്ടുള്ള CSFKerala@.com എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഈ ഓഡിയോ പ്രചരിക്കുന്നത്. ഐവിൻ 5 കേസിൽ പ്രതിയാണെന്നും രാഷ്ട്രീയക്കാരുടെ ശുപാർശയിലാണ് ജോലി ലഭിച്ചതെന്നും അവർ വ്യാജ പ്രചരണം നടത്തുന്നുണ്ട്. ആ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കാം. CSFകാര് വണ്ടിയിടിച്ചു കൊന്നൊന്നും പറഞ്ഞുകൊണ്ട് CSFകാര് വണ്ടിയിടിച്ചു കൊന്നൊന്നും പറഞ്ഞുകൊണ്ട് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. CSFനെതിരെ ദുഷ്പ്രസത്യത്തില് നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്താണ് അവിടെ സത്യത്തില് എന്തൊക്കെയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ മാത്രം വലിയ ഗുണ്ടകളായിരുന്നു ഇവന്മാര്. അത്രമാത്രം വലിയ ഗുണ്ടകളായിരുന്നു ഇവന്മാര്. ഇവിടെ ചെറുതായിട്ടുള്ള തർക്കങ്ങളിൽ വെച്ച് പേര് പറയാത്ത ഒരു അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ വീണ്ടും നടന്നു. അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ വീണ്ടും പുറകെ നടന്ന് 4-5 പേര് പിന്നെ വണ്ടി കുറുകെ വണ്ടിയുടെ ചില്ലിനിട്ട് 4-5 പേര് ഇറങ്ങി വന്ന് വണ്ടിയുടെ ചില്ലിനിട്ട് കൈകൊണ്ട് അടിച്ചു. സാറിന്റെ മുഖത്തിനിട്ട് നമ്മുടെ ഇടിച്ചു. സാറിന്റെ മുഖത്തിനിട്ട് വന്ന് ഇടിച്ചു. 5 പേര് വണ്ടിയുടെ ബോണറ്റുകൾ ചെയ്തപ്പം 5 പേര് വണ്ടിയുടെ ബോണറ്റ് കയറിയിരുന്നപ്പം അന്നേരം ഇറങ്ങിപ്പോയത് കഴിഞ്ഞപ്പോൾ 4 പേരും അന്നേരം പോയി. ഒരുത്തം മാത്രം കഴിഞ്ഞപ്പോൾ 4 പേരും സൈഡിലേക്ക് പോയി. ഒരുത്തം മാത്രം അതേ കടന്നു. അവന്റെ പേരിലുണ്ട്. അവനാണെങ്കിൽ ഇവിടുത്തെ 5ഓളം കേസുകൾ അവന്റെ ജോലി കൊടുക്കാൻ അവൻ ഇവിടുത്തെ ഒരു ഗുണ്ടക്കാര് പറഞ്ഞു. അവൻ ഒരിടത്തും ജോലി കൊടുക്കാഞ്ഞിട്ട് രാഷ്ട്രീയക്കാര് പറഞ്ഞിട്ടെങ്ങാണ്ട് കാപ്സിൽ ഉണ്ടാകുകയാണ് അവന്റെ ജോലി. അറിയണമെന്നും അറിയത്തില്ലാണ് അവന്. ഉണ്ടാകുകയാണ് അവന്റെ ജോലി. അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാണ് അവന്. ശല്യം സഹിക്കാൻ അക്രമകാരിയായിരുന്നു. അറ്റ കൈക്ക് ഇത് ചെയ്തതാണ്. സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഓടി സാർ അറ്റ കൈക്ക് ഇത് ചെയ്തതാണ്. ജീവനും കൊണ്ട് ഓടിയിട്ടിലേക്ക് അവൻ ആ ബോണറ്റിൽ കിടന്നു. ബാക്കി 4 പേരും സൈഡിലേക്ക് പിന്നെ ഇവനെ കൊല്ലാതെ പറ്റില്ലായിരുന്നു. കൊന്നതാണെന്ന് പറയാൻ പറ്റില്ല. അറിയുന്നതും ഇതാണ് സംഭവം. നമ്മൾ കേൾക്കുന്നതും അറിയുന്നതും. ഐവിൻ ജിജോ എന്ന യുവാവിനെ കാറടിച്ച് വീഴ്ത്തി ദാരുണമായി കൊലപ്പെടുത്തിയ CISFകാരെ ന്യായീകരിക്കുന്ന ഓഡിയോ സന്ദേശമാണ് വ്യാപകമായി ഇപ്പോൾ പ്രചരിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് ഐവിൻ കൊല ചെയ്യപ്പെട്ടത്. CISF ഉദ്യോഗസ്ഥരുമായി തർക്കത്തിലേർപ്പെട്ട ഐവിനെ കാറിടിച്ച് വീഴ്ത്തി. ഗുരുതര പരിക്കുകളോടെ ബോണറ്റിൽ വീണ ഐവിനുമായി കാർ 800 മീറ്ററോളം മുന്നോട്ട് പോയി. തുടർന്ന് ബ്രേക്ക് ചെയ്ത് നിലത്ത് വീഴ്ത്തി. അതിനുശേഷം 37 മീറ്ററോളം ഐവിനെ തറയിലൂടെ തള്ളി നീക്കി കൊണ്ടുപോയി. ഇത്തരത്തിലൊരു യുവാവിനെ ക്രൂരമായി കൊലപ്പെടുത്തി എന്ന കേസിൽ പ്രതികളാക്കപ്പെട്ട സഹപ്രവർത്തകരെ ന്യായീകരിച്ചുകൊണ്ടാണ് CISFകാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഈ ഓഡിയോ സന്ദേശം പുറത്തു വന്നത്. ഒരു മനുഷ്യനെ അധികാരത്തിന്റെ ഗർവിൽ അല്ലെങ്കിൽ മദ്യത്തിന്റെ ലഹരിയിൽ ക്രൂരമായി കൊന്നവരെയാണ് ഇവർ ന്യായീകരിക്കുന്നത്. സത്യത്തിൽ എന്തായിരുന്നു അവിടെ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വോയിസ് ആരംഭിക്കുന്നത്. ഇവർ വലിയ ഗുണ്ടകളായിരുന്നു. ഇവരുടെ ചില തർക്കങ്ങൾ പേര് പറയാത്ത സ്ഥാപനത്തിൽ വെച്ച് നടന്നു. പിന്നീട് വന്ന് വണ്ടിക്ക് കുറുകെ വെച്ചു 4-5 പേർ ഇറങ്ങി വന്ന് വണ്ടിയുടെ ചില്ലിൽ അടിച്ചു. ആശുപത്രിയിൽ കിടക്കുന്ന സാറിനെ അടിച്ചു. 5 പേർ ബോണറ്റിൽ കയറി മാറാൻ പറഞ്ഞ് മാറിയില്ല. വണ്ടി എടുത്തപ്പോൾ 4 പേർ സൈഡിലേക്ക് വീണു. ഒരുത്തൻ താഴെ വീണു. ഇവൻ 5 കേസുകളിൽ പ്രതിയാണ്. വലിയ ഗുണ്ടയാണ്. ആരും ജോലി കൊടുക്കാഞ്ഞിട്ട് രാഷ്ട്രീയക്കാർ പറഞ്ഞിട്ടാണ് ഷെഫിന്റെ ജോലി കിട്ടിയത്. ശല്യം സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് സാറ് അറ്റ കൈക്ക് ചെയ്തു പോയതാണ്. പിന്നെ അവനെ കൊല്ലാതെ പറ്റില്ലായിരുന്നു. ഇതാണ് ആ ഓഡിയോ ക്ലിപ്പിൽ പറയുന്നത്. കൂടെ ജോലി ചെയ്യുന്നവരെ സഹായിക്കുക എന്നത് സഹപ്രവർത്തകരുടെ കടമയാണ്. അത് ന്യായമായും ചെയ്യേണ്ട കാര്യവുമാണ്. പാതിരാത്രി ഒരു യുവാവിനെ ക്രൂരമായി വണ്ടിയിടിപ്പിച്ച് കൊന്ന ഒരു ക്രിമിനലിനെ എന്തിനാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത്? സപ്പോർട്ട് ചെയ്യുന്നതും പോട്ടെ എന്ന് വെക്കാം. ആ കൊല്ലപ്പെട്ട യുവാവിനെ ഈ നീചന്മാർ ഒരു ഗുണ്ടയാക്കി ചിത്രീകരിക്കുകയാണ്. അയാളുടെ ശല്യം സഹിക്കാൻ പറ്റാതെ കൊല്ലേണ്ടി വന്നു എന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. CISFകാർ ചെയ്ത കൊലപാതകം കണ്ടെത്തുന്ന ആളുകൾ അവിടെയുണ്ട്. ഇവിടെ പോലീസുണ്ട്, കോടതിയുണ്ട്, നിയമമുണ്ട്. അതിലും വലുതല്ല ഈ CISFകാർ. ഇത്രയ്ക്ക് ക്രൂരമായ മാനസികാവസ്ഥ ഉള്ള ഇവരെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ സുരക്ഷാ ജോലിക്ക് നിയോഗിക്കുമ്പോൾ ഏറെ പേടിക്കണം. എയർപോർട്ടിൽ തന്നെ യാത്രക്കാരോട് വളരെ അഹങ്കാരത്തിലാണ് ഇവർ പലപ്പോഴും പെരുമാറുന്നത്. എന്ത് തെമ്മാടിത്തരം ചെയ്താലും നിങ്ങളെ രക്ഷിക്കാൻ കേന്ദ്രം ഉണ്ടാകും എന്ന ധാരണ തീർത്തും തെറ്റാണ്. കുറ്റം ചെയ്തെന്ന് തെളിയിക്കപ്പെട്ടാൽ അർഹിക്കുന്ന ശിക്ഷ ഒട്ടും കുറയാതെ തന്നെ നിങ്ങൾക്കും കിട്ടും. അവിടെ CISFകാരനെ പ്രത്യേക ഇളവൊന്നുമില്ല. കാർ ഇടിപ്പിച്ച് കൊന്നവനേക്കാൾ വലിയ ക്രിമിനലുകളാണ് ഇത്തരം വ്യാജ ഓഡിയോ ക്ലിപ്പുകൾ ഇറക്കുന്നത്. ഗുണ്ടയാണ്, 5-6 കേസുകളിൽ പ്രതിയാണ്, അവരെ കൊല്ലേണ്ടത് ആവശ്യമാണ് എന്നൊക്കെ പറയുന്ന ഈ CISFകാരനെയും കേസെടുത്ത് വിചാരണ ചെയ്യേണ്ടതാണ്. കൊല ചെയ്തവനെ വഴിവിട്ട് സഹായിക്കുന്നതും അതിനായി ഇല്ലാത്ത കഥകൾ കെട്ടിച്ചമക്കുന്നതും ഒരു കുറ്റം തന്നെയാണ്.